മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇനി വികസിത് ഭാരത് ജി റാംജി. പ്രതിഷേധവുമായി പ്രതിപക്ഷം. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ അപമാനിക്കാനുള്ള നീക്കമെന്ന് പ്രതിപക്ഷം. ഗാന്ധിയുടെ സ്വപ്നം കണ്ട രാമരാജ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമെന്ന് കേന്ദ്രം. സംസ്ഥാനത്തിന് ഒരു വർഷം 1600 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്ന് കേരളം. ഇൻഷുറൻസ് രംഗത്ത് 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്ന ബില്ല് പാസാക്കി ലോക്സഭ. LICക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ധനമന്ത്രി. VC നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ധാരണയായി. സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ചു. ഡിജിറ്റൽ സർവകലാശാല VCയായി സജി ഗോപിനാഥിനെ അംഗീകരിച്ചു ഗവർണർ. ഉത്തരവിറക്കിയത് സുപ്രീം കോടതി നാളെ നേരിട്ട് നിയമനം നടത്താനിരിക്കെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിമർശിച്ച് ഹൈക്കോടതി. കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിന് ഒരു രേഖ പോലും ഇല്ലേ എന്ന് N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ കോടതി. അന്വേഷണം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിലേക്കും. SIT മൊഴിയെടുക്കും. മുൻകൂർ ജാമ്യം തേടി ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ സുപ്രീം കോടതിയിൽ. കേന്ദ്രം വിലക്കിയ മുഴുവൻ സിനിമകളും IFFKയിൽ പ്രദർശിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ. കേന്ദ്രത്തിന്റെ കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മേളയ്ക്ക് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി എത്താത്തതിൽ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട അതിജീവിത. സർക്കാർ ഉടൻ അപ്പീൽ പോകുമെന്നും ഗൂഢാലോചന തെളിയിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. കേരള ജനത ഒപ്പമുണ്ടെന്നും പിണറായി വിജയൻ.